ഓർമ്മയില്ലാത്ത എനിക്ക് മറവിന്റെ അസുഖങ്ങളെ കൊണ്ട് ഇങ്ങനെ രക്ഷപ്പെട്ടു പോലെ അല്ലാണ്ട് എന്തോ എന്തായാലും ശരിക്കും പറയാൻ ഇപ്പൊ കണ്ണ് കാണില്ല സത്യ അല്ലേ പറഞ്ഞോട് കണ്ണും കാണാനില്ല, ചെവിയും കേൾക്കാനില്ല. ആയുഷിന്റെ മീറ്റിങ്ങിനൊക്കെ ഇനി പോണ സമയത്ത് വടിയും കുത്തി പോകേണ്ടി വരും. ഒരു മീറ്റിംഗ് ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ണ് കാണില്ല, രണ്ടാമത് ഫിൽറ്റർ ഇടേണ്ടി വരും. ഇപ്പൊ ഇതാണ് ഈ ടി ഫാമിലി എന്ന ആ ഒരു ടീമിന്റെ ആ ഒരു ഫാമിലി വ്ളോഗേഴ്സിന്റെ ഒരു ട്രാക്ക്. ഷെമിക്കും ഷെഫിക്കും കാര്യങ്ങൾ മനസ്സിലായി. നെഗറ്റീവ് തന്നെയാണ് ഏറ്റവും നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയാന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഷെമിയും ഷെഫിയും ഈ ഒരു പ്രായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല രീതിയിൽ സ്ട്രഗിൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട് എന്ന് ഇത്തരം വീഡിയോസ് കാണുമ്പോൾ കൃത്യമായി മനസ്സിലാവും. നമ്മുടെ മനസ്സിനുള്ളിൽ കിടക്കുന്ന പല കാര്യങ്ങളും അത് പുറത്തേക്ക് കണ്ണാടി പോലെ പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഒരു 4-5 വീഡിയോസ് ആയിട്ട് ഇപ്പൊ ഇത്തരം വീഡിയോസ് മാത്രമാണ്. അതായത് ഷെമിയുടെ പ്രായം നമ്മൾ റിവീൽ ചെയ്യുന്നു, 50 വയസ്സ് 60 വയസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നടക്കുന്നു. അതുകൂടാതെ നിങ്ങളെ കൊണ്ട് ഇനി ഒന്നിനെ കൊണ്ടും കഴിയില്ല എന്ന രീതിയിൽ ഷെഫി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഷെമിയെ കൊണ്ടൊന്നും കഴിയില്ല, ഷെമി പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്, നീ വയസ്സത്തിയാണ്, നീ ഫിൽറ്റർ ഇട്ട് നടക്കേണ്ടി വരും, കണ്ണ് കാണില്ല, ചെവി കേൾക്കില്ല, ഒരുപാട് അസുഖങ്ങൾ. ഈ ചെറിയ കുഞ്ഞ് വലുതായി വരുമ്പോഴത്തേനും നീ ആകെ അങ്ങ് ശോഷിച്ച് വൃദ്ധയാവും എന്ന രീതിയിൽ തന്നെയാണ് വീഡിയോയിലൂടെ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അത് കാണുമ്പോഴും അത് തന്നെയാണ് എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ തന്നെ. എന്നിട്ടും ഇത്തരം വളിഞ്ഞ കോമഡികളെയൊക്കെ നല്ല രീതിയിൽ ആസ്വദിക്കുന്ന ഒരുപാട് ആസ്വാദകരുണ്ടെന്ന് കേൾക്കുമ്പോൾ സത്യം പറയുന്നുണ്ടെങ്കിൽ വളരെ വളരെ കോമാളിത്തരായിട്ട് എനിക്ക് തോന്നുന്നത്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങൾ ഉറക്കത്തിൽ പോലും രാത്രിയിൽ പോലും ഷെഫി പലത് പറഞ്ഞ് കളിയാക്കുന്നു എന്നൊക്കെ തമാശ രൂപേണ പറയുന്നത് അവരുടെ റിയൽ ലൈഫിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് എന്തായാലും വീഡിയോ ഒന്ന് കാണാം കേട്ടോ. ഞാൻ ചിന്തിക്കുന്ന അതല്ല ഷെമിയെ, കുറച്ച് കഴിഞ്ഞിട്ട് ഈ കയറായാലും കാണില്ലല്ലോ, അതല്ല അതൊക്കെ ഒരു തമാശയായിട്ട് നിങ്ങൾ എടുക്കണം കേട്ടോ. ഫാമിലി വ്ളോഗേഴ്സ് ആണ്, ഫാമിലീസ് കാണുന്ന ചാനലാണ്. അപ്പോൾ അതൊക്കെ തമാശയായിട്ട് എടുക്കണം. ഭാര്യക്ക് ഭർത്താവിനോട് എന്തെങ്കിലുമൊക്കെ ദേഷ്യമുണ്ടോ അല്ലെങ്കിൽ ഈ കയറൊക്കെ കാണുമ്പോൾ ഇങ്ങനെ തൂക്കാനൊക്കെ തോന്നുന്നുണ്ടോ, ഇത് തമാശ മാത്രമാണ് കേട്ടോ. കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഐശുവിന്റെ സ്കൂളില് മറ്റേതൊക്കെ ഉണ്ടാവില്ലേ, മീറ്റിംഗ് ഒക്കെ ഉണ്ടാവില്ലേ, ആ സമയത്ത് മീറ്റിംഗിന് പാരന്റ്സ് മീറ്റിംഗിന് ആരാ പോവുക, എങ്ങനാ പോവുക? അങ്ങനല്ല, വടിയൊക്കെ കുത്തിപ്പിടിച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ടാകും, അപ്പോഴും കയ്യര് ഇത് ഇടക്കിടക്ക് പറയുന്ന കാര്യമാണെന്ന് ഷെമി പറഞ്ഞു നിങ്ങൾ കേട്ടല്ലോ. അതായത് ആ വീട്ടിൽ ഇവരുടെ സാധാരണ സംഭാഷണങ്ങളിൽ വരുന്ന ഒരു വാക്കാണ്, നീ പ്രായമായതാണ്, വൃദ്ധയാണ്, എത്രയും പെട്ടെന്ന് നീ പ്രായമാവും, നടക്കാൻ കഴിയാത്ത അവസ്ഥ വരും, ഇത്തരം മീറ്റിങ്ങുകളിലേക്ക് പോകണമെങ്കിൽ വടി ഊന്നി പോവേണ്ടി വരും. ഇത് നിങ്ങൾ തമാശയായിട്ട് എടുക്കാൻ തോന്നുന്നുണ്ടോ? നേരത്തെ കയറ് നിങ്ങൾ തമാശയായിട്ട് എടുത്തു. എന്നാൽ പല കാര്യങ്ങളും തമാശയല്ല, അവർ റിയൽ ലൈഫിൽ നിരന്തരം നടക്കുന്നതാണ് എന്ന് അവർ തന്നെയല്ലേ തുറന്നു പറയുന്നത്. നമ്മളാരും കയ്യിൽ നിന്ന് എടുത്തിടുന്നതല്ലല്ലോ. അപ്പോ ഈ പയ്യന് സ്വാഭാവികമായും മനസ്സിന്റെ അകത്ത് ഇങ്ങനെ ഒരു ചിന്ത നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അത് ഇടക്കിടക്ക് പുറത്തേക്ക് ഇങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കുന്നു. കമന്റ് ബോക്സ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇവർക്ക് ആദ്യം നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീയുടെ ഒരു ലൈഫിലേക്ക് ഇവൻ കടന്നു വരുന്നു, അവരെ എന്തായാലും അത്ര ചീത്തപ്പേരുണ്ടായിട്ട് ചേർത്ത് പിടിച്ചല്ലോ എന്നുള്ളതാ. പക്ഷെ അത് മാറി, ട്രാക്ക് ആളുകൾ മാറ്റാൻ തുടങ്ങി. ആളുകൾ പതുക്കെ പറയുന്ന വാക്കുകൾ ഇതാണിപ്പോ. ആ ഒരു പയ്യന് 10-24 വയസ്സുള്ള സമയത്താണല്ലോ നിങ്ങൾ വിവാഹം കഴിക്കുന്നത്, നിങ്ങൾക്കൊരു 10-40 വയസ്സുണ്ട്. അപ്പോ സ്വാഭാവികമായിട്ടും ആ ഒരു പയ്യന്റെ ഉമ്മയാവാനുള്ള പ്രായമുള്ളൂ. നിങ്ങൾ എന്തുകൊണ്ട് അവനെ തിരുത്തിയില്ല, പകരം കല്യാണം കഴിച്ചു, അവന്റെ കൂടെ കൂടി. ഇപ്പോ ഈ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇവൻ പറയുന്ന പല വാക്കുകളും, നിങ്ങളെ കളിയാക്കി ഉപയോഗിക്കുന്ന വാക്കുകളും, നിങ്ങൾ വൃദ്ധയാണ്, വയോധികയാണ് എന്ന രീതിയിലാണ്. അത് അവനിൽ ഉണ്ടാക്കിയ കുറച്ച് മനപ്രയാസം കൊണ്ടാണോ എന്ന സംശയവും ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഈ ഒരു ട്രാക്കിലേക്ക് വരാൻ വേണ്ടി മനഃപൂർവ്വം നുണകൾ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം. നുണകൾ പ്രചരിപ്പിക്കുക എന്നാൽ നിങ്ങൾ തന്നെ മറ്റുള്ള ആളുകളെ പറ്റിക്കുക, അത്ര തന്നെ. മുമ്പ് വരുന്നുണ്ട്, കണ്ടില്ലേ? രാത്രി ഉറങ്ങുന്ന സമയം വരെ ഇവൻ ഇത്തരം രീതിയിൽ കാര്യങ്ങളാണ് സംസാരിക്കാറ്. ഞാൻ പ്രായമായതാണ് എന്ന രീതിയിൽ പറഞ്ഞു വെക്കുമ്പോൾ തന്നെ ഇവൻ അതിൽ ഇട കയറി വന്ന് വേറൊരു ട്രാക്കിലേക്ക് ഇട്ടു. അത് മാറ്റി തട്ടിക്കളച്ചു, അത്രേ ഉള്ളൂ. അപ്പൊ ഇവൻ നിരന്തരമായി ഈ രീതിയിൽ പറയുന്നു. അവനും അടുക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും. അത്തരം പ്രായമായിട്ടുള്ള ഒരു സ്ത്രീ ഇനി ഇവൻ അങ്ങോട്ട് അവരെ നോക്കേണ്ട ഒരു അവസ്ഥ വരും. എനിക്കിത് കാണുമ്പോൾ സത്യത്തിൽ ഇവരെ എനിക്ക് തമാശയല്ല തോന്നുന്നത്, ആ ഒരു സ്ത്രീയെ അപമാനിക്കുന്നത് പോലെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് അങ്ങനെ തന്നെ തോന്നിയിട്ടുണ്ടാവും അല്ലേ?
ഓർമ്മയില്ലാത്ത എനിക്ക് മറവിന്റെ അസുഖങ്ങളെ കൊണ്ട് ഇങ്ങനെ രക്ഷപ്പെട്ടു മോനെ. അല്ല എന്റെ എന്തോ രണ്ടായിരം ഞാൻ ശരിക്കും ചിന്തിക്കുന്ന എന്താ അറിയോ, ആശുവിന്റെ മീറ്റിംഗിന് ഷെമി പോണതാ. അല്ല അതേ ഫോൾട്ട് അല്ല, പക്ഷേ ഞാൻ ചിന്തിക്ക് ആ ദയവേത് ലിപ്സ്റ്റിക് ഒന്നിട്ട് പോർത്തിട്ടോ. അത്രക്ക് ആവിയല്ലോ. അതവർക്ക് ശരിക്ക് ഉള്ളിൽ നിന്ന് വന്നതാ, ശരിക്കും അത്രക്ക് ആയിക്കുന്നോന്ന്. ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനാണെങ്കിൽ പോലും ആ ഒരു സ്ത്രീയെ അപമാനിക്കുന്നത് ശരിയല്ല എന്റെ പൊന്നു മോനെ. നിനക്ക് നേരിട്ട് നിരന്തരം നീ പറയുന്നത് അത് തന്നെയാണെന്ന് അവർ പറയുന്നു. അതായത് ഉറങ്ങുന്ന സമയത്ത് പോലും നീ അത് പറയുന്നു. പിന്നെ ആ മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് ആ വടി ഊന്നി പോകുന്നതിനെ കുറിച്ച് പറയുന്നു. അതുകൂടാതെ നിങ്ങളൊരു ചായക്കടയിൽ ഇരുന്നു കൊണ്ടാണ് വയസ്സ് റിവീൽ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പറയുന്നത്. നിങ്ങൾക്ക് വ്യൂവർഷിപ്പും പൈസയും മാത്രമാണ് ലക്ഷ്യം. പക്ഷെ അതിന്റെ അപ്പുറം ആ ഒരു സ്ത്രീക്ക് ലാസ്റ്റ് പറഞ്ഞപ്പോ മുഖത്തൊരു ഭാവമാറ്റം വന്നു. അതൊരു വിഷമമായിട്ട് തോന്നി. അങ്ങനെ പ്രായം തോന്നിക്കുന്നുണ്ടോ എന്നുള്ളത്. അത് എന്തുകൊണ്ട് അവർക്ക് തോന്നുന്നത്? പ്രായത്തിൽ താഴെയുള്ള മകന്റെ പ്രായമുള്ള ഒരു പയ്യനാണ് ഭർത്താവായിട്ടുള്ളത്. അവൻ അത് തോന്നിയാലോ എന്നുള്ള ഒരു ഭയം അവർക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഉണ്ടാവും. അപ്പൊ എനിക്ക് എന്തൊക്കെ കളിയാക്കാണ്ട് ചെയ്യുമേ, എന്റെ വിചാരിച്ച് ഇങ്ങനെ നിക്കുന്നാണോ എന്നൊക്കെ ചോദിക്കാൻ എന്തൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ ചോദിക്കൂല. പക്ഷെങ്കിൽ എന്റെ വിചാരം എന്നാ ഞാൻ എന്നാ പറഞ്ഞേക്കൂല, വിടൂല. ഞാനും പോരും മീറ്റിങ്ങിന്. ഞാൻ ഇങ്ങനെ കൊണ്ടുപോണ്ടത് നോക്കി 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 കല്ലുണ്ടായി പറയണേ, കല്ലുണ്ടായി പറയണേ. അത് അങ്ങനെ ആയി പോവല്ലേ, എങ്ങനെ ഇങ്ങോട്ട് വെച്ചിട്ട് ആട്ടായി പോകണോ സാറില്ല. അയ്യോ, അവരത് തന്നെ ആവർത്തിക്കുന്നൊക്കെ. അവരുടെ മുഖം നന്നായി മാറി, കണ്ടില്ലേ? അവർ വീണ്ടും ആ ട്രാക്കിൽ നിന്ന് മാറി നല്ല സന്തോഷത്തോടു കൂടി തമാശയിലേക്ക് വരുമ്പോൾ വീണ്ടും അവൻ അത് തന്നെ. ഞാൻ നിന്നെ ഇങ്ങനെ കൊണ്ടുപോകേണ്ടി വരും, കല്ലുണ്ട് ഷെമി, അവിടെ നോക്കി നടക്ക് ഷെമി, നിനക്ക് കണ്ണ് കാണുക, അത് ചെവി കേൾക്കില്ല, നോക്കി നടക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 4-5 വീഡിയോയിൽ സെയിം സാധനങ്ങൾ തന്നെ, സെയിം കണ്ടന്റ് തന്നെയാണ് അവർ ഓടിച്ചോണ്ടിരിക്കുന്നത്. നല്ല വ്യൂ ഉണ്ട് അതിന്, കൊള്ളാം. ശരിക്കും പറയണം, ഇപ്പൊ കണ്ണ് കാണില്ല, സത്യ അല്ലേ? പറഞ്ഞോട് കണ്ണും കാണില്ല, ഇപ്പൊ ചെവിയും കേൾക്കില്ല. അറിഞ്ഞിട്ട് ഞാൻ പറയുമ്പോ കളിയാക്കാനാന്ന്, നീ പറയുമ്പോ ഇത് ഒറിജിനൽ ആണ്. ഒരു നിസ്സഹായാവസ്ഥയിൽ തന്നെയാണ് അവരത് മറുപടി പറഞ്ഞത്. ഒറിജിനലാ, എനിക്ക് ചെവി കേൾക്കുന്നില്ല, കണ്ണിന് കാഴ്ചക്കുറവുണ്ട്, ഞാൻ വയോധികയാണ്, ഞാൻ വൃദ്ധയാണ് എന്ന് സമ്മതിക്കേണ്ടി വരികയാണ് ആ യുവാവായിട്ടുള്ള മകന്റെ പ്രായമുള്ള ഭർത്താവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട്. എനിക്കിത് സത്യത്തിൽ സങ്കടം തോന്നി. അവർ ആ ഒരു രീതിയിലേക്ക് ആക്കിയെടുത്തു എന്നുള്ളതാണ്. അവർക്ക് ശരിക്കും ഭയങ്കര മിസ്റ്റേക്ക് പറ്റി. ഈ ഒരു പ്രായമുള്ള ഒരു പയ്യൻ ഇങ്ങനെ ഒരു കാര്യം, ഇങ്ങനെ വീട്ടു പ്രശ്നങ്ങളാവുന്നു, ആളുകൾ പല നുണകളും പറയുന്നു, നിങ്ങൾക്ക് അതിനെ എതിർത്ത് മുന്നോട്ട് പോകാമായിരുന്നു. അവനെ വിവാഹം കഴിക്കേണ്ട ഒരു ആവശ്യം പോലും ഇല്ലായിരുന്നു എന്നൊക്കെയാണ് എനിക്കിത് കാണുമ്പോൾ തോന്നുന്നത്. കാലം അവനെ കൊണ്ട് ഇത് തെളിയിപ്പിക്കും എന്നുള്ളതാണ്. ആ ഏജ് ഡിഫറൻറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ 5-10 വയസ്സിന്റെ ഡിഫറൻ്റ് അല്ല, 10-20 വയസ്സിന്റെ ഡിഫറൻ്റ് ഒക്കെ എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു ഡിഫറൻറ്റ് തന്നെയാണ്. അവർക്ക് പ്രായമാവും, അവരെ നീ നോക്കേണ്ടി വരും. നിന്റെ കുഞ്ഞിന് ജന്മം നൽകിയ ഒരു സ്ത്രീയാണ് അവര് ശരിക്കും നീ എടി പൊടി എന്ന് വിളിക്കുന്നതിനും പോലും ഒരു ഇതെനിക്ക് തോന്നിയിട്ടില്ല. റെസ്പെക്റ്റ്ഫുള്ളായി അവിടെ സംസാരിക്കണമെങ്കിൽ എനിക്കിത് എങ്ങനെ പറഞ്ഞു തീർക്കണം എന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണ്, അത്ര ഏജ് ഡിഫറൻ്റ് ഉണ്ട് നിങ്ങൾ തമ്മിൽ. അത് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുമുണ്ട്, ആളുകളുടെ കമൻറ്റിലും അതുണ്ട് താനും. പക്ഷെ നിങ്ങളുടെ ഇത്തരം കോമാളിത്തരങ്ങളാണ് ആളുകൾക്ക് എന്തായി തോന്നുന്നത്, തമാശയായി തോന്നുന്നത് കേൾക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. നിങ്ങൾ പ്രായമായവരാണ്, വൃദ്ധയാണ്, കണ്ണ് കാണാത്തവരാണ്, ചെവി കേൾക്കാത്തവരാണ്, നിന്നെ ഇങ്ങനെ ഞങ്ങൾ കൊണ്ടുപോകേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ നയിക്കേണ്ടി വരും എന്നുള്ള ഒരു സങ്കടപരമായ കാര്യം അവൻ വളരെ തമാശകരമായിട്ട് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ കൂടുതലായിട്ട് ഇനി ഒന്നും ഇതിൽ പറയുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി അതിലേക്ക് സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.